أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الدرس الثاني والعشرون. المعتل العين. عين فعل معتل لا فعل. المعتل العين. معتل العين എന്ന് പറഞ്ഞാൽ هو അത് كل كلمة എല്ലാ കലിമത്തും മുഅത്തലുൽ ഐനാണ്. എങ്ങനത്തെ എല്ലാ കലിമത്തും യകൂനു ഐനു ഫിഅലിഹ, ആ കലിമത്തിന്റെ ഐൻ ഫിഅലാകും, വാവാകും, അല്ലെങ്കിൽ ഔ യാ ആകും. അപ്പൊ അതിന്റെ ഐൻ ഫിഅൽ വാവോ യാഓ ആയ സകല കലിമത്തും മുഅത്തലാണ്. വയുഖാലു ലഹു, ആ കലിമത്തിന് വേറൊരു പേരും കൂടിയുണ്ട്, അൽ അജ്വഫ്. അജ്വഫ് എന്നും പേരുണ്ട്, ഉള്ളു വള്ളയായത് എന്നർത്ഥം. ഫസ്സുലാസിയുൽ മുജറദു, അപ്പൊ മുജറദായ സുലാസി, മിൻഹു അതിൽ നിന്നുള്ളതായ മുജറദായ സുലാസി, ഏതുപോലെ നമ്മളെ ഖാല പോലെ. തുഖ്ലബു ഐനുഹു ഫിൽ മാദി, അതിന്റെ ഐൻ ഫിഅലിനെ മറിക്കപ്പെടും. ഫിൽ മാദി, മാദിയിൽ അലിഫൻ, അലിഫായിട്ട് മറിക്കപ്പെടും. സവാഉൻ കാന, ഐൻ ഫിഅൽ ആവല് സമമാണ് വാവൻ, വാവാവല് സമമാണ് ഖാലയിലെ ഖവലേനി, ഖവലാനേനി, വാവേനി ഐൻ ഫിഅൽ. അപ്പൊ അങ്ങനെ വാവാവലും സമമാണ്. ഔ യാ അൻ, അല്ലെങ്കിൽ യാ ആവലും സമമാണ്. ഏതുപോലെ ബാ പോലെ, ബയ ബൈ എന്നാണ് മസ്തർ. ഖവല ആണ് ഖാലന്റെ അസ്ൽ എന്ന് മനസ്സിലായത് എങ്ങനെ? ഖൗല് ആണ് മസ്തർ. അപ്പൊ മസ്തർ ഖൗലായപ്പോ അവിടെ വാവുണ്ട്, വാവ ഇനി നമുക്ക് മനസ്സിലായി. അതുപോലെ ബൈ ആണ് മസ്തർ, അപ്പൊ അവിടെ യാ ആണുള്ളത്. അപ്പം ബാന്റെ അസ്ല് ബയ ആണ് എന്ന് നമുക്ക് പിടുത്തം കിട്ടി. അപ്പൊ ആ യാ ആണെങ്കിലും ശരി, വാവാണെങ്കിലും ശരി, ആ വാവിനെ ആവട്ടെ യാഇനെ ആവട്ടെ, അതിനെ മറിക്കപ്പെടും, അലിഫായിട്ട് മറിക്കപ്പെടും. എന്താ കാരണം? ഈ തഹരുക്കിഹിമ, ആ വാവും യാവും ഹറക്കത്തുള്ളതായതിനു വേണ്ടി. വംഫിതാഹിമ ഖബ്ലഹുമ, അതിന്റെ തൊട്ടു മുമ്പുള്ള അവകൾ രണ്ടിന്റെയും തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫതഹുള്ളതായതിനും വേണ്ടി. ഉദാഹരണം സ്വാന പോലെ, സ്വാവന എന്നീന് ഹറക്കത്തുള്ള വാവിന് മുമ്പ് ഫതഹത്ത് വന്നപ്പോൾ വാവിനെ മറിച്ച് അലിഫാക്കി, സ്വാന എന്നായി. ബയ എന്നീനി ഹറക്കത്തുള്ള യാഇന് മുമ്പ് ഫതഹത്ത് വന്നപ്പോൾ യാഇനെ മറിച്ച് അലിഫാക്കി, അപ്പം ബാ എന്നായി. അപ്പം തുഖ്ലബുൽ വാവു വൽ യാഉ അലിഫൻ, എന്താ? ലിതഹറുകിഹിമ വൻഫിതാഹിമ ഖബ്ലഹുമാ, അതിന് അവകൾക്ക് ഹറക്കത്ത് ഉണ്ടാവുകയും അവകൾക്ക് മാഖബലിന് ഫതഹ് ഉണ്ടാവുകയും ചെയ്താൽ ഈ ഹറക്കത്തുള്ള വാവിനെയും യാഇനെയും എന്താക്കും? അലിഫാക്കി മറിക്കും. അങ്ങനെ ഒരു പൊതു നിയമം അവിടുന്ന് കിട്ടി. ഇനി അത് രണ്ടിനോടും മുത്തക്കല്ലിമിന്റെ ളമീർ ചേർന്നാൽ, അവിൽ മുഖാത്തബി, അല്ലെങ്കിൽ മുഖാത്തബിന്റെ ളമീർ ചേർന്നാൽ, ഔ ജംഉൽ മുഅന്നസി അൽ ഗായിബത്തു, അല്ലെങ്കിൽ ഗായിബത്തായ ജംഉൽ മുഅന്നസി അൽ ഗായിബത്തി, അല്ലെങ്കിൽ ജംഉൽ മുഅന്നസി അൽ ഗായിബത്തി, ഗായിബത്തായ മുഅന്നസിന്റെ ജംഉ മുഅന്നസ് ഗായിബത്തിന്റെ ളമീർ ചേർന്നാൽ, നുഖില ഫഅല, ഫഅലയെ നഖൽ ചെയ്യപ്പെടും. മിനൽ വാവി, വാവിയിൽ നിന്ന് ഇലാ ഫഉല, ഫഉലയിലേക്ക് നഖൽ ചെയ്യപ്പെടും. വമിനൽ യാഇ, യാഇയിൽ നിന്ന് നഖൽ ചെയ്യപ്പെടും ഇലാ ഫഇല, ഫഇലയിലേക്ക് നഖൽ ചെയ്യപ്പെടും. ദലാലതൻ അലൈഹിമ, ഐ തദുല്ല ദമ്മത്തു അലൽ വാവി, ആ വാവ് ദമ്മത്ത് വാവിന്റെ മേൽ അറിയിക്കാൻ വേണ്ടി. വൽ കസ്റത്തു അലൽ യാഇ, കസ്റത്ത് യാഇന്റെ മേലും അറിയിക്കാൻ വേണ്ടി. വലം യുഗയ്യിർ ഫഉല, ഫഉലയെ മാറ്റം വരുത്തപ്പെടുകയും ഇല്ല. വല ഫഇല, ഫഇലയെയും മാറ്റം വരുത്തപ്പെടുകയില്ല. ഇദാ കാന അസ്ലിയൈനി, ആ ഫഇല വസ്നും ഫഉല വസ്നും അസ്ലിയായ വസ്ൻ ആണ് എങ്കിൽ. ഉദാഹരണം ഫഉല പോലെ, ഖാബീഫ പോലെ. ഫഉല അതിനെ നമ്മൾ എന്താക്കും? ത്വാല എന്നാക്കും. ഫഉല വാവ് മുതഹരിക്കും, അതിനെ മാഖബിൽ മഫ്തൂഹമായപ്പോൾ വാവിനെ മറിച്ച് അലിഫാക്കി, അപ്പൊ ത്വാല എന്നായി. ത്വാലു എന്നാക്കി. തുൽന എന്നാക്കും. അവിടെ നമ്മൾ എന്താ, അവിടെ ത്വാലത എന്നവിടെ തേച്ചിട്ട് ത്വവൽന അല്ലേ? ഈ വാവിനെ നമ്മൾ ഇനി അവിടെ ഫഉല വസ്നിലേക്ക് മാറ്റണ്ട, അത് ഓൾറെഡി ഫഉല വസ്നാണ്, ഫഉല ആണ്. ഫഉല യതൂലു, അതാണ് ത്വാല യതൂലു ആകുന്നത്.
അല്ലേ? അപ്പൊ അവിടെ നമ്മൾ ഫൗല വസനിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഫൗല വസനാണ്. അപ്പൊ ഫൗല വസനിൽ നിന്ന് വാവിനെ കളഞ്ഞു, എന്നിട്ട് ആ വാവിന്റെ മേലെ അറിയിക്കാൻ വേണ്ടി ലമ്മത്തിന് ആർക്ക് കൊടുത്തു? ത്വാന് കൊടുത്തു. അപ്പൊ തുൽന എന്നായി. എന്നാൽ കാല കവല യഖ്ബുലു ആണ്, കവുല യഖ്ബുലു അല്ല, കവല യഖ്ബുലു ആണ്. കവല യഖ്ബുലു ഫഅല യഫ്ഉലു പോലെ അവിടെ നമ്മൾ കവലിനെയാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ ആ കവലിനെ നമ്മൾ ഫൗല വസനിലേക്ക് മാറ്റണം, എന്നിട്ട് കവുലിന ആക്കണം, എന്നിട്ട് ആ വാവിനെ കളയണം, എന്നിട്ട് ആ വാവിന്റെ ലമ്മത്തിട്ടാണ് കാഫിന് കൊടുക്കണം. അങ്ങനെ കുൽന എന്നാകും. ഹൗ എന്നിട്ട് പിന്നെ അവിടുന്ന് കുൽത്ത കുൽസുമാ കുൽസും ഒക്കെ അതേമാതിരി ആക്കണം. അപ്പൊ ഫതഖൂൽ, അപ്പൊ നീ പറയും സ്വാന സ്വാന സ്വാനു, സ്വവന സ്വവന സ്വവനു എന്നാണ് ഉണ്ടാവുക. സ്വാനത്ത് സ്വാനത്ത, സ്വവനത്ത് സ്വവനത്ത, സ്വവന്ന അതിനെ നമ്മൾ ഫഉൽന വസനിലേക്ക് മാറ്റും. അപ്പൊ സ്വവുന്ന എന്നാകും. എന്നിട്ട് ആ വാവിന്റെ ഹറക്കത്ത് എടുത്തിട്ട് സ്വാദിന് കൊടുക്കും. അപ്പൊ എന്തായി? സൂന്ന എന്നാകും. അപ്പൊ നൂനും സുക്കൂന് വാവിനും സുക്കൂന്, വാവിനാണ്ട് കളയും. അപ്പൊ എന്തായി? സുന്ന എന്നാകും. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയും. എന്നിട്ട് ആ തീവ്രവാദികളെ നമ്മൾ പിന്നെ ആണ്ട് കൂട്ടത്തോടുകൂടാണ് കൊല്ലും എന്ന് പറഞ്ഞ മാതിരി വാവിന്റെ ഹറക്കത്തെടുത്താണ് സ്വാധനാണ്ട് കൊടുക്കും. അപ്പൊ ഇൽത്തിഖാഉസാക്കിനീനി ആയി കഴിഞ്ഞാൽ പിന്നെ വാവിനെ കളയല്ലോ. അപ്പൊ സുന്ന എന്നായി. പിന്നെ സുൻത, അത് സവൻത, അതിനെ നമ്മൾ എന്താക്കും? ഫഉല വസനിലേക്ക് മാറ്റും. അപ്പൊ സവുൻത എന്നാകും. എന്നിട്ട് വാവിന്റെ ഹറക്കത്തെടുത്താണ് സ്വാധന കൊടുക്കും. ഇങ്ങനെ എല്ലായിടത്തും ചെയ്യാനാ പോലെ. സവുന്ന സുന്ന, അതെന്താണ്? സവന്ന എന്നേനിണ്ടേനത്. പിന്നെ സവുന്ന എന്നാക്കി, പിന്നെ സൂന്ന എന്നാക്കി, പിന്നെ സുന്ന എന്നാക്കി. ഇത്ര ഒന്നും മെനക്കെടേണ്ട ആവശ്യം അവിടെ ഇല്ല. ഞാനൊരു സിമ്പിൾ ഐഡിയ പറയാം. ഒരു പറഞ്ഞ മാതിരി തന്നെ ഇപ്പം അത് ചെയ്യണം എന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇത് ഖുർആനിൽ സുന്നത്തൊന്നുമില്ലല്ലോ പോലെ ന്യായീകരണം. നമുക്ക് വേറൊരു ന്യായീകരണം ഉണ്ടാക്കാം. ഈ ഫഅല ഫഅല, ഈ വാവിയായ ഫിഅൽ, അവനെ നമ്മൾ മുതകല്ലിമിന്റെ ളമീറിനോട്, അല്ലെങ്കിൽ മുഖാത്തബിന്റെ ളമീറിനോട്, അല്ലെങ്കിൽ മുഅന്നസ് ഗായിബിന്റെ ളമീറിനോട് ഒക്കെ ചേർക്കുന്ന സമയത്ത് നമ്മളിപ്പോ കവല, കവൽന അല്ലെ, ഫഅൽന, കവൽന, വാവിനെ നമ്മളങ്ങോട്ട് കളയും. എന്തിനു വേണ്ടിയിട്ട്? ഖിഫത്തിനും വേണ്ടിയിട്ടുണ്ട്. അവിടെ കവൽന എന്ന് പറഞ്ഞ സമയത്ത് വാവ് മുതഹരിക്കും, അതിന്റെ മാഖബിൽ മഫ്തൂഹാവും എന്ത് ചെയ്യും? അല്ല, വാവ് മുതഹരിക്കും അതിന്റെ മാഖബിൽ മഫ്തൂഹാവും എന്ത് ചെയ്യും? വാവിനെ മറിച്ച് അലിഫാക്കും. അപ്പൊ ഖാൽന എന്നാകും അല്ലേ? അങ്ങനെയുള്ള കാല കാല കാലു, കാലത്ത് കാലത്ത, പിന്നെ ഖാൽന എന്നാണ് അവിടെ വേണ്ടി. കാലത്ത് കാലത്ത ഖാൽന. അപ്പൊ അലിഫിനെ നമ്മൾ തട്ടും. അപ്പൊ ഖൽന എന്നാകും. ഈ അലിഫ് മുമ്പ് വാവ ഇനിയല്ലോ, അവിടുന്ന് ഒരു ഐൻഫിയിൽ പോയിട്ടുണ്ടല്ലോ. ആ പോയ ഐൻഫിലിന്റെ മേലിൽ വല്ല ഓർമ്മക്ക് എന്തെങ്കിലും ഒന്ന് ഇവിടെ വെക്കണ്ടേ? രക്തസാക്ഷി മണ്ഡപം എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു ഓർമ്മക്ക്, ആ ഓർമ്മക്ക് വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ഒരു ഐൻഫിയിൽ പോയിട്ടുണ്ട്. ഐൻഫിയിൽ അസലിയായിട്ട് വാവ ഇനി എന്നറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ബൊമ്മത്ത് കൊടുക്കും. ഹാഫിന്റെ ഫതഹത്തിനെ തട്ടിയാണ്ട് കൊല്ല. അങ്ങനെ പറയുമ്പോൾ എന്തൊരു സിമ്പിൾ ഉണ്ട്. മറ്റേ ഇതിനെ ഫൗല വസനിലേക്ക് മാറ്റണം, എന്നിട്ട് ആ വാവിന്റെ ഹറക്കത്തിരുത്താണ്ട് ഹാഫിന് കൊടുക്കണം, എന്നിട്ട് വാവിന് ഇൽത്തിഖാഉസാക്കിനീനി എന്ന് പറഞ്ഞ് കളയണം. ഇതിനൊക്കെ നിൽക്കുന്നു. ആ വാവ് അലിഫായിട്ട് മറിഞ്ഞ വാവിനെ, ആ അലിഫിനെ നമ്മളാണ്ട് കളഞ്ഞു. ഇൽത്തിഖാഉസാക്കിനീനി ആയതുകൊണ്ട് അലിഫിനാണ്ട് കളഞ്ഞു. ഖാലിന എന്നാവും ഇൽത്തിഖാഉസാക്കിനീനി അല്ലേ? ആ അലിഫിനാണ്ട് കളഞ്ഞു. എന്നിട്ട് ആ കളയപ്പെട്ട അലിഫ് അതിന്റെ അസല് വാവായത് കൊണ്ട് ആ വാവിന്റെ മേൽ അറിയിക്കാൻ വേണ്ടി ഖാഫിനോട് ബൊമ്മത്ത് കൊടുത്തു, കൊല്ലാന്നായി. ഇങ്ങനെ പറഞ്ഞ വല്ല ഇടങ്ങേറുണ്ടോ? സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞില്ലേ? ഇത് പട്ടരി കുടിച്ച മാതിരി ഇങ്ങനെ പിടിച്ചാണ്ടല്ലോ. അതുപോലെ എന്നാണ് ഉണ്ടാവുക. മറിച്ച് അലിഫാക്കി. മറിച്ച് അലിഫാക്കി. മറിച്ച് അലിഫാക്കി. അല്ലേ? ഇതിനപ്പോ മൂപ്പര് പറഞ്ഞാൽ എന്താണ്? ഇതിനെ ഫഅല വസനിലേക്ക് മാറ്റണം. അപ്പം ബയ്യഅന എന്നാകും. എന്നിട്ട് യാന്റെ ഹറക്കത്ത് ബാഇന് കൊടുക്കണം. അപ്പം ബിഅന എന്നാകും. എന്നിട്ട് ഇൽത്തിഖാഉസാക്കിനീൻ എന്ന് പറഞ്ഞാൽ യാനെ തട്ടണം. അപ്പം ബിഅന എന്നാകും. എന്തൊരു മെനക്കെടാണ്. അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ആക്കാം. ബാഅത്ത് ബാഅത ബാഅന.
അപ്പൊ ഇൽത്തിഖാഉസാക്കിനേനി വന്നോ? അയിനും അലിഫും ഇൽത്തിഖാഉസാക്കിനേനി ആയോ? രണ്ട് സുക്കുനപ്പുറം വന്നോ? അലിഫിനെ തട്ടി അപ്പം ബ എന്നായി. അങ്ങനെ പറ്റൂല. അലിഫ് ഐൻ ഫിഅലാണ്. അതിനെ തട്ടിയിട്ട് അതിന്റെ മേലിൽ ഒരു അടയാളം വെക്കാതെ അങ്ങനെ വെക്കാനൊന്നും പറ്റൂല. ഒരു അടയാളം വേണം. എന്താണ് അടയാളം? യാ അല്ലേ? അടിസ്ഥാനപരമായിട്ട് അലിഫ് യാ ഏനിയല്ലോ. അപ്പൊ ഇവിടെ ഒരു ഐൻ ഫിഅൽ പോയിട്ടുണ്ട് എന്നും അത് അടിസ്ഥാനപരമായിട്ട് യാ ഏനിന്നും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ബാനൊരു കസ്റത്താണ്ട് കൊടുത്ത് അവൻ എന്നാക്കി പണി കഴിഞ്ഞില്ലേ? ഇങ്ങോട്ട് അവിടെ ഒക്കെ അതേമാതിരി തന്നെ ഇതേ ന്യായം പറഞ്ഞാൽ അസൽ എന്താണ്? എന്നാണ്. അപ്പൊ അവിടെ ത്വബുല വാവും തഹരിക്കും അഖബ് നഫ്തുഹും വാവിനെ അർച്ചലിഫാക്കി ത്വാല ത്വബുല ത്വാല ത്വബുലു ത്വാലു ത്വബുലത് ത്വാലത് ത്വബുലത ത്വാലത ത്വബുൽന. അവിടെ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാം ഇതാവശ്യമില്ല. അവിടെ ത്വാൽന എന്നാണ്ടാകുക അല്ലേ? നമ്മൾ ത്വബുൽന വാവിനെ മറിച്ച് വാവ് തഹരിക്കും അഖബ് നഫ്തുഹു വാവിനെ അർച്ചലിഫാക്കി അപ്പൊ ത്വാൽന എന്നായി. അലിഫിനെ ഇൽത്തിഖാഉസാക്കിനേനി ആയതുകൊണ്ട് തട്ടി അപ്പൊ ത്വൽന എന്നായി. കളയപ്പെട്ട അലിഫ് അത് അടിസ്ഥാനപരമായിട്ട് വാവായതുകൊണ്ട് അതിന്റെ മേലെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദ്വമ്മത്ത് കൊടുത്തു അപ്പൊ തുൽന എന്നായി. എല്ലായിടത്തും ഞമ്മക്കൊരേ ന്യായം തന്നെയാണ്. നമ്മളെ ഈ ന്യായം വെച്ച് നോക്കുമ്പോൾ എല്ലായിടത്തും ഒരേ വർത്താനം പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് തുൽത്ത തുൽത്തുമ അങ്ങനെ. വകദാലിക ഖാഫ ഖാഫീഫ് ഖാഫ ഖാഫ ഖാഫു ഖാഫത്ത് ഖാഫത്ത ഖിഫ്ന അങ്ങനെയാണ് ഉണ്ടാവുക. അത് ഫായില വസ്നാണ്. ഫായില വസ്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പിന്നെ നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. അവിടെ വാവാണ് സംഗതി പോയിട്ടുള്ളത്. ഖവഫ എന്നാണല്ലോ, വാവാണ് സംഗതി പോയിട്ടുള്ളത്. പക്ഷേ അതെന്താണ്? ഫായില വസ്നുള്ള ഫിഅലാണ്. ഫഇല വസ്നിലുള്ള ഫിഅലാണത്. അപ്പൊ ഫഇല വസ്നിലുള്ള ഫിഅലില് ഐൻ ഫിഅൽ കളയപ്പെട്ടാൽ ആ കളയപ്പെട്ട ഐൻ ഫിഅലിലെ ഹറക്കത്തെടുത്താണ് ഇങ്ങോട്ട് വെച്ചുകൊടുത്താൽ അപ്പൊ എന്തായി? ഖിഫ്ന എന്നാവും. ഇങ്ങനെ നമ്മളെ ന്യായം പറയുമ്പോൾ നമ്മളെ ന്യായം ഇവിടെ എത്തുമ്പോൾ ലേശം ഒന്ന് പെരുങ്ങല്ലാവും. നമ്മൾ പറഞ്ഞ ന്യായം മൂപ്പര് പറഞ്ഞ ന്യായോ ഇവിടെ എത്തുമ്പം മൂപ്പര് കുസാറാണ്. എന്താണ്? ഫഇല വസ്നിൽ അതിന്റെ അസ്റിന്റെ മേൽ പിടിക്കപ്പെടുന്ന മൂപ്പര് പറഞ്ഞു അല്ലേ? വലം യുഗയ്യർ ഫഉല വലാ ഫഇല ഇദാ കാന അസ്ലിയൈൻ. അത് രണ്ടും അസ്ലിയാണെങ്കിൽ എവിടെ കിതാബ് നോക്ക്. മേലെ 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 മേപ്പെട്ട് പോണം. വലം യുഗയ്യർ ഫഉല വലാ ഫഇല ഇദാ കാന അസ്ലിയൈൻ. ഫഉലയും ഫഇലയും അസ്ലിയാണെങ്കിൽ തഗ്യീർ ചെയ്യപ്പെടുകയില്ല. നഹു തവുല വ ഖവിഫ പോലെ. ഇവിടെ എന്താ ചെയ്യാ? നുഖലത്തു ളമ്മത്തു വൽ കസ്റത്തു. ഇവിടെ വാവിന്റെ ളമ്മത്ത് തവുലേന്ന് വാവിന് കൊടുക്കും. അപ്പം തൂൽന എന്നാകും. അതുപോലെ തൂൽത ഇങ്ങനൊക്കെ ആവും. എന്നിട്ട് വാവിന് ഇൽത്തിഖാഉസാക്കിനീന് തട്ടും. അപ്പൊ തുൽത തുൽന ഇങ്ങനെ ആകും. ഖവിഫനെ വാവിന്റെ ഹറക്കത്തെടുത്താണ്ട് ഖാവിന് കൊടുക്കും. അപ്പൊ ഖീഫ്ന എന്നാകും. ഇൽത്തിഖാഉസാക്കിനീന് വാവിനെ കളയും. ഖിഫ്ന ഖിഫ്ത. അവിടെ മൂപ്പരെ ന്യായം ആ ന്യായം നമുക്ക് ഇങ്ങപ്പുറത്ത് കിട്ടാൻ മതി. ഫഉല വസ്നിലും ഫഇല വസ്നിലും നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഐൻ ഫിഅലിന്റെ ഹറക്കത്ത് ഫാഇലിന് കൊടുക്കും. ഇങ്ങോട്ട് അതിനോട് കളയും. ഇവിടെ അങ്ങനെ ആക്കിയാൽ മതി. നമുക്ക് എങ്ങനെയാക്കാമല്ലോ. ആ നേരത്തെ പറഞ്ഞ തന്നെ ഇവിടെ ആവർത്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. സംഗതിയാക്കിയാൽ മതിയല്ലോ. അജ്വഫായ ഫിഅലിന് തഅരീഫ്, അതിനൊരു നിർവചനം പറയണം. എന്താണ് അജ്വഫായ ഫിഅല്? മതാ തുഖലബുൽ വാവു വൽ യാഉ ഫിൽ അജ്വഫി അലിഫൻ. അജ്വഫിൽ എപ്പോഴാണ് വാവിന് യാഇന് മറിച്ചാണ്ട് അലിഫാക്കല്. മതാ തുഹദഫുൽ വാവു വൽ യാഉ മിനൽ അജ്വഫിൽ മാദി. മാദിയായ അജ്വഫിൽ എപ്പോഴാണ് വാവിന് യാഇന് കളയല്. മൽ ഫർഖു ബൈനൽ മിസാലി വൽ അജ്വഫ്. എന്താണ് ഇപ്പൊ മിസാലും അജ്വഫും തമ്മിലുള്ള വ്യത്യാസം? സുഗൽ അഫ്ആൽ അൽ മാദിയ മിൻ ഹാദിഹിൽ മസാദിർ. ഈ താഴെ കുറച്ച് മസ്ദറുണ്ട്. അതിന് എന്ത് കൊണ്ടുവരണം?
കുറച്ച് മാതിയായ ഫിഅലിനെ ഉണ്ടാക്കണം. ഖൗല് ഖിയാമ്, ഔദ് സൗമ് നൗമ്, സൈറ് ബൈഅ് സൈല്, സൗത്ത് ഹൗല് ഗൈദ്. ഇത്രയും മസ്തറുകളിൽ നിന്ന് മാതിയായ ഫിഅലിനെ ഉണ്ടാക്കണം. എന്നിട്ട് അതൊന്ന് സർഫാക്കും വേണം. മാതി 14 വജ്ഹിന് സർഫാക്കും വേണം. 14 വജ്ഹിന് സർഫാക്കണം. ഫഅല ഫഅല ഫഅലു. ഉദ്കുർ ഉസൂല ഹാദിഹിൽ അഫ്ആലി കൈഫിയത്ത സിയാഗതിഹാ. ഈ താഴെ വരുന്ന ഫിഅലുകൾ ഉണ്ടല്ലോ, അതിന്റെ അസ്ല് പറയണം. തുൽത്തുന്റെ അസ്ൽ എന്താണ്? ഹിബ്തും ഹിഫ്തും സിർന കുംതുന്ന, ഇതിന്റെ അസ്ല് അത് പറയണം. എങ്ങനെയാ ആ കോലത്തിലായി എന്നുള്ളതും ഒന്ന് വിശദീകരിക്കണം. സർഫിൽ അഫ്ആൽ അൽ മദ്കൂറ അലാഹു ഇലൽ മാദി വൽ മുദാരി വൽ അംരി തസ്രീഫൻ കാമിലൻ. ഇപ്പൊ മേലെ കുറച്ച് ഫിഅലുകൾ കൊടുത്തിട്ടില്ലേ, തുൽത്തു ഹിബ്തും ഹിഫ്തും സിർന, ഇതിൻ്റെ ഒക്കെ ഈ ഫിഅലുകളെ മൊത്തം എന്താക്കണം? മാദി മുദാരി അംറ് ഇങ്ങനെ 3 കോലത്തിൽ തസ്രീഫ് ചെയ്യണം. നെഹിയും കൂടി കൊടുത്തിട്ടാണ് ഇട്ടാളാ, അത് വൃത്തിയായി. ഇനി അതായിട്ടാണ് വാക്യം കണ്ട 3 ഫിഅലല്ലേ ഉള്ളൂ. ഹിബ്തും ഓക്കെ. ഇനി അടുത്തതായിട്ട് 23-ാമത്തെ ഭാഗം അദ്ദർസു സാലിസ് വൽ 20 നാളെ എടുക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.